എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിന്ന് അടിമാലിക്കടുത്ത് 200 ഏക്കർ എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡേവിഡ് പാസ്റ്ററുടെ വീട്ടിലാണ്. ഇവിടെ വരാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. ഒരു മോനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു കീബോർഡിസ്റ്റാണ്. ഇന്ന് തനിക്ക് ലഭിച്ച ആ ടാലൻറ്റുകളൊക്കെ നമുക്കൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഈ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. കാരണം ഇതുപോലെയുള്ള പ്രതിഭകൾ വളർന്നു വരണം. അവർ നമ്മുടെ ആത്മീക മേഖലകളിൽ വലിയ ഒരു സംഭാവന അവർ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകളെയൊക്കെ കണ്ടെത്തി സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കണം. മോൻ്റെ പേരെന്താണ്? എൻ്റെ പേര് തോംസൺ ഡെന്നി. തോംസൺ ഡെന്നി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ കൂമ്പൻപാറ ഫാത്തിമാത. കൂമ്പൻപാറ, അടിമാലിക്കടുത്ത് കൂമ്പൻപാറ എന്ന സ്ഥലമുണ്ട്. അവിടെ ഫാത്തിമാത എന്ന സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പപ്പയുടെ പേരെന്താണ്? പപ്പയുടെ പേര് ഡെന്നി തോമസ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഡെന്നി തോമസ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. നിങ്ങൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പ, മമ്മി, പിന്നെ പപ്പയുണ്ട്, ഞാനുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ ഒരു മോനാണ്. ഓക്കെ. എന്താണ് മോനെ എന്തായി തീരാനാണ് ആഗ്രഹം? എനിക്ക് നല്ലൊരു കീബോർഡ് ചെയ്യാൻ ആഗ്രഹം. നല്ലൊരു മോൻ ഈ കീബോർഡിസ്റ്റ് ആകാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങളാണ് ചെയ്തത്? ആദ്യം ലഭിച്ച കീബോർഡ് ഏതാണ്? ഇതൊക്കെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യം ലഭിച്ചെന്ന കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസിയോട് ഇത്രയുള്ള ചെറിയ കീബോർഡാണ്. അത് വെച്ച് ഞാൻ എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. എന്നെ ആരും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ പഠിപ്പിച്ചുള്ളത് പപ്പ ജസ്റ്റ് ഒന്ന് കോഴ്സ് പ്ലേ ചെയ്യാൻ. പിന്നെ പപ്പ ഇങ്ങനെ മ്യൂസീഷ്യൻ വർക്ക് ചെയ്യുന്ന കണ്ട് ഞാൻ അങ്ങനെ ഓരോ കട്ട ഞെക്കി എൻ്റെ ഒക്കെ കോഴ്സ് പ്ലേ ചെയ്ത് പഠിച്ചു. പിന്നെ ഇവിടെ വന്നത് ഓരോ ദിവസം ഓരോ മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പഠിച്ചു വന്നതാണ്. ഓക്കെ. അപ്പോൾ ആരാണ് ഈ കീബോർഡിൽ മോൻ്റെ ഗുരു ആരാണ്? എൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയും പിന്നെ എൻ്റെ പപ്പയാണ്. ഡേവിഡ് പപ്പ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോൾ കീബോർഡിസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഈ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ നമ്മുടെ പല ആളുകളുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാരിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മെങ് ഫ്രീമാൻ എന്ന് പറഞ്ഞൊരു കീബോർഡിസ്റ്റ് ഉണ്ട്. അയാൾ ഭയങ്കര സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം അതേ കുറച്ച് ടൂണൊക്കെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോൻ്റെ ടാലന്റുകളെ കാണാനുള്ളൊരു അവസരമാണ്. പാസ്റ്റർക്ക് എന്തെങ്കിലും മോനെ കുറിച്ച് പറയാനായിട്ടുണ്ടോ? പാസ്റ്ററുടെ അനിയൻ്റെ മോനാണ് ഈ മോൻ. പാസ്റ്റർക്ക് എന്താണ് ഈ മോനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? പുള്ളി ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാനൊരു വീട്ടിൽ പാട്ട് വെച്ചിരിക്കുന്ന സമയത്ത് വീട്ടിൽ കീബോർഡ് ഞാനിങ്ങനെ സ്റ്റാൻഡ് വെച്ചിരിക്കുകയാണ്. പുള്ളി ഒന്നിങ്ങനെ വായിച്ച് ഇപ്പോൾ അതിൻ്റെ കോഡ്സ് വായിക്കുക. ഓരോ കോഡ് കറക്റ്റ് ചേഞ്ചസ് ആണ് വായിക്കുന്നത്. അപ്പോൾ എനിക്കൊരു അതിശയം, കക്ഷി ഇങ്ങനെ കീബോർഡൊന്നും പ്ലേ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവൻ്റെ പപ്പയെ ഞാൻ വിളിച്ചു. എടുത്തിട്ട് ഇങ്ങനെ പുള്ളിയും വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഞാൻ ചോദിച്ചിട്ട് പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ വായനക്കിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ചേട്ടാ ഇവൻ കീബോർഡ് പ്ലേ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഇവൻ ആദ്യമായിട്ട് ഇതിൽ തൊടുന്നതെന്ന് പറഞ്ഞു. കറക്റ്റ് ആ ചേഞ്ച് ഏകദേശം ഒരു 7 വയസ്സ് പ്രായം കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ആ സാധനം വായിച്ചു വിടുന്നത്. അന്ന് അത്ഭുതപ്പെട്ടു. ഉടനെ അത് കണ്ടപ്പോൾ തന്നെ അനുജൻ മ്യൂസീഷ്യനാണ്. അനുജൻ്റെ അടുത്ത് വർക്ക് ചെയ്യാനായിട്ട് 2-3 കീബോർഡ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ കാശോടെ കീബോർഡ് മേടിച്ചു കൊടുത്തു. ഈ കീബോർഡുമായിട്ടുള്ള നടപ്പാണ്. അതിങ്ങനെ ബാഗായിട്ട് കെട്ടിത്തൂക്കിട്ടിച്ച് രാവിലെ എവിടെയാണെങ്കിൽ, അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നത്. ഉച്ചയാകുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകും, വൈകുന്നേരം ആകുമ്പോൾ അടുത്ത വീട്ടിൽ പോകും. പുള്ളി ഇങ്ങനെ പിന്നെ സന്ധ്യ ആകുമ്പോൾ പ്രയറിൻ്റെ സമയമാകുമ്പോൾ ഓരോ വീട്ടിൽ കൂടെ പുള്ളി കീബോർഡായിട്ട് നടക്കുക. അതാ പുള്ളി ചെല്ലാതെ ആ വീട്ടിൽ പ്രാർത്ഥിക്കത്തില്ല. അവിടെ പാടും, വായിക്കും, അടുത്ത വീട്ടിൽ വരും, അവിടുത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും കൂടും. ഇങ്ങനെ ഇവിടെ വന്ന് 4ാമത്തെ പുള്ളിയുടെ വീട്ടിലും. അങ്ങനെ കീബോർഡ് തന്നെ ഒരു ഹരമായിട്ട് പറയും. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഈ സാധനം ഞാൻ സ്റ്റാൻഡിൽ നിന്ന് അടിച്ചു വയ്ക്കാറില്ല. പക്ഷേ അവരുടെ വീട്ടിലുണ്ട്. പക്ഷെ അവിടെ അനുജന് സ്റ്റുഡിയോ വർക്ക് ഉള്ളത് കൊണ്ട് അവനെപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്വാതന്ത്ര്യം കുറവാണ്. അപ്പോൾ ഏത് സമയത്ത് ഇവിടെ വന്നാലും ഇവിടെ വായിക്കത്തക്ക രീതിയിൽ ഞാനിങ്ങനെ വെച്ചിരിക്കുക. പുള്ളിക്ക് തോന്നുമ്പോൾ ഓടി വരും, വായിക്കും. അങ്ങനെ വളരെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അനുജന് പഠിപ്പിക്കാനുള്ളൊന്നും സമയമില്ല. അതുപോലെ തിരക്ക് വർക്ക് ശുശ്രൂഷയിലുമാണ്. അപ്പോൾ തന്നെ മ്യൂസിക്കിൻ്റെ വർക്കും കൂടി ഉണ്ട്.
അപ്പോൾ അങ്ങനെ സ്വയമായ ഒരു കഠിന പ്രയത്നം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റിയത്, കഠിന പ്രയത്നം കൊണ്ട് മനുഷ്യന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം സാധ്യമാണ്. അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ കൊച്ചുമകൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മോൻ്റെ പ്രകടനം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബൊക്കെ കണ്ട് ഒരു കീബോർഡിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. എന്താണ് ആ പേര്? മെങ് ഫ്രീമൻ. അത് യാനി ആണ് പേര്. അദ്ദേഹത്തിന്റെ ആ മ്യൂസിക് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അപ്പൊ മോനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം.